ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു സ്രാവ് കറിയാണ് വെക്കുന്നത്. തേങ്ങ വറുത്തരച്ച സ്രാവ് കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത് കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 3/4 കിലോ സ്രാവ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു ചെറിയൊരു മുറി തേങ്ങ ഫുള്ളുണ്ട് ഇത്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് വേണേ. ഏട്ട, സ്രാവ്, തെരണ്ടി അങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഇച്ചിരി കുരുമുളക് കൂടി നിൽക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ കാണിക്കാവേ. ഒരു ബ്രൗൺ കളറാകണം. അതിനുശേഷമാണ് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത്. 3 ചുള പുളി ഞാൻ ഇടുന്നുണ്ട്. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് സിമ്മിലിട്ട് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കും. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് പുളി ഇറങ്ങാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് വറുത്ത് എടുക്കാവേ. നമ്മൾ തേങ്ങ വറുത്തത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുക്കുമ്പോഴാണെങ്കിലും ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് തേങ്ങ വറുക്കരുത്. ഒരു ലോയ്ക്ക് ഒരു തൊട്ട് മുകളിൽ വെച്ച് നമ്മൾ വറുക്കാവുള്ളൂ. പിന്നെ നമ്മൾ പൊടി ഒക്കെ ഇടാറാകുമ്പോൾ സിമ്മിലേക്ക് മാറ്റിയേക്കണം. ഞാനിപ്പോൾ സിമ്മിലേക്ക് മാറ്റിയേക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണേ. ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറണേ. നമ്മൾ സിമ്മിലായിട്ട് വെച്ചേക്കുന്നത് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ വറുത്താൽ മതി. മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കിടക്കുന്നത് അങ്ങ് വല്ലാതെ കരിഞ്ഞു പോകും. ഇത് കരിയരുത്. ഇത് തണുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക. ചൂടോടെ ഒരിക്കലും അരയ്ക്കരുത്. ഇതൊന്ന് തണുക്കട്ടെ. നമ്മൾ ചട്ടി വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഇഞ്ചിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റണേ. ഈ സ്രാവ് മീൻ മുളകരച്ച് വെക്കാനും ഈ തേങ്ങ ഇങ്ങനെ വറുത്തരച്ച് വെക്കാനുമാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഈ വറുത്ത തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ വേണം ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം. അത് അന്നേരം പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും. നന്നായിട്ട് പൊടിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും വെള്ളവും കൂടെ ഒഴിച്ച് അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് വരാലുണ്ടല്ലോ, ചിലയിടത്ത് ബ്രാലെന്ന് പറയും, ചിലയിടത്ത് വരാലെന്ന് പറയും. നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ഒഴിക്കണേ. അപ്പോൾ ആ അരപ്പ് മുഴുവൻ നമുക്ക് കിട്ടും. ആ അരപ്പ് നമ്മൾ ഒഴിച്ച പോലല്ല, ഇപ്പം കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് അന്നേരം വഴന്ന് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. തേങ്ങ അരച്ച് വെക്കുന്ന കറികളെല്ലാം കുറച്ച് കുറുകി വരും. അപ്പം നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തോണേ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇവിടെ കുതിർത്ത് വെച്ചേക്കുന്ന പുളിയിട്ട് ആ വെള്ളം കൂടെ ഇതിനകത്ത്. ഇങ്ങനെയുള്ള കറിക്കകത്ത് നമ്മൾ തക്കാളി ഒന്നും ഉപയോഗിക്കരുത്. അല്ലാതെ ഈ കുടംപുളി ഇട്ട് തന്നെ വെക്കണം ഇത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ഒന്ന് നോക്കിക്കോണേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ മീനിട്ട് കൊടുത്താൽ മതി. ഈ പുളി ഇങ്ങനെ നമ്മൾ ആദ്യമേ ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുന്നത് കൊണ്ട് ഈ ചാറ് ഇതിനകത്ത് ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു പുളിയുടെ ടേസ്റ്റ് നമുക്ക് വരും. അതിനായിട്ടാണ് നമ്മൾ നേരത്തെ പുളി തിളപ്പിക്കുന്നത്. പെട്ടെന്ന് അത് ഇറങ്ങി വരും. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ. നമ്മൾ ഈ മീൻ കറി വെച്ചിട്ട് ഒരു 15 മിനിറ്റായേ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉപ്പുമൊക്കെ ഒന്ന് നോക്കിക്കോണേ. സ്രാവ്, ഏട്ട, തെരണ്ടി ഇതിനൊക്കെ ഇച്ചിരി വേവുള്ള മീനാണ്. അതുകൊണ്ടാണ് ഇത് 15 മിനിറ്റ് ഞാൻ വെച്ചത്.
ഇനി ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേവിക്കണേ. ഞാൻ സിമ്മിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ തേങ്ങ വറുത്തരച്ച സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചപ്പാത്തി, പുട്ട് ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.